You're sweeter than a peach, but you don't know the life of a showgirl, babe. പല അമ്മമാരും കടന്നുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അമ്മമാർക്ക് സ്വന്തം ബോഡി തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടോ മൂവ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അതൊന്നും അല്ല അതിൻ്റെ റീസൺ. തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്കും യൂട്രസ് നമ്മുടെ അങ്ങ് ഡയഫ്രം വരെ എത്തി വയറ് ഫുൾ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി വയറിൻ്റെ ഒക്യുപ്പൻസ് ആയിട്ടുണ്ടായിരുന്ന ഇൻറ്റസ്റ്റൈൻസും ബവലും എല്ലാം സൈഡിലേക്ക് പുഷ് ചെയ്യപ്പെടും. പിന്നെ പ്രഗ്നൻസിയിലെ മെയിൻ ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി മെയിൻ ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും? നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്, അതായത് ബൗൽ എംപ്റ്റിങ് ഭയങ്കര സ്ലോ ആക്കും. അതൊരു സ്മൂത്ത് മസിൽ റിലാക്സൻ്റ് ആണ്. പ്ലസ് പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇത് കാരണം ഈ ഗ്യാസ് ബബിൾസ് ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഗ്യാസ് മൂവ്മെൻറ്റ്സ് വരുമ്പോൾ തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ബേബി ആ യൂട്രസ് ഫുൾ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിയുന്ന തന്നെ സ്ട്രെച്ചിങ് ആയിട്ടോ ഒരു ചെറിയ റോളിംഗ് മൂവ്മെൻറ്റ്സ് പോലെയൊക്കെ ആയിരിക്കും മദേഴ്സ് യൂഷ്വലി ഫീൽ ചെയ്യുക. ഭയങ്കര സബ്ജക്റ്റീവാണ്, ഓരോ മദേഴ്സിനും ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ ഗ്യാസ് ബബിൾസ് മൂവ് ചെയ്യുമ്പം അത് ബേബി മൂവ്മെൻ്റ് ആണോ അതോ ഗ്യാസ് മൂവ്മെൻ്റ് ആണോ, അങ്ങനെ ഒരു ഡൗട്ട് പല മദേഴ്സും വന്ന് പറയാറുണ്ട്. ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ് ഹിയർ. ബട്ട് ദിസ് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. ഇത് നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസിൻ്റെ ഭാഗമായി വരുന്ന ഒരു കൺഫ്യൂഷൻ, അത്രേ മാത്രമേ ഉള്ളൂ.